ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ മണി പ്ലാന്റ് ഈസിയായി പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ളതാണ്. അതിനായിട്ട് നമുക്ക് കുറച്ച് നീളത്തിലുള്ള മണി പ്ലാന്റിൻ്റെ ഒരു സ്റ്റെമ്മ് തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്തത്. അതിനുശേഷം ഓരോ വേരും വരുന്ന ലീഫോട് കൂടിയ ഇത് കണ്ടില്ലേ, ഇതിൽ ഓരോ വേരോട് കൂടിയിട്ടുള്ള ലീഫോടുള്ള മണി പ്ലാന്റിൻ്റെ സ്റ്റെമ്മ് ഇങ്ങനെ കട്ട് ചെയ്ത് ഒരുപാട് കട്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടും. ഈ കട്ട് ചെയ്ത ഭാഗങ്ങളാണ് നമ്മൾ ഇങ്ങനെ നേരെ തന്നെ ഈ വേരാണ് നമുക്ക് താഴോട്ട് പോയിട്ട് ഒരു പുതിയ പ്ലാന്റ് കിട്ടുന്നത്. ഇതിൽ നിന്നാണ് പുതിയ പ്ലാന്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും കുത്തനെ കുഴിച്ചിടാൻ പാടില്ല, സ്ട്രെയിറ്റ് ആയിട്ട് വേണം കുഴിച്ചിടാൻ. അതിനു വേണ്ടി ഞാൻ പോട്ടിൽ മണ്ണെടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് വെക്കുന്നത്. മണ്ണിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് അതിലേക്ക് മണ്ണ് കുറച്ച് ഇട്ട് കൊടുക്കണം. നമ്മൾ ഒരിക്കലും കുത്തനെ വെക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ആ വേര് പിടിക്കാൻ കുറച്ച് ടൈം എടുക്കും. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് കൊടുക്കുക. ആ വേരാണ് പോവേണ്ടത്. ഇങ്ങനെ നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കാൻ പറ്റും മണി പ്ലാന്റിൻ്റെ. ഇത് ബുഷിയായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ മണ്ണിൽ തന്നെയാണ് നട്ടിട്ടാണ് ബുഷിയാക്കി ചെയ്യാറുള്ളത്. വാട്ടറിൽ വെക്കാറില്ല ഞാൻ. ചിലർ വാട്ടറിൽ വെച്ചിട്ട് ബുഷിയായിട്ട് എടുക്കാറുണ്ട്. ഇങ്ങനെ തന്നെ നമുക്ക് റബ്ബർ ബാൻഡ് കെട്ടി വെച്ചിട്ട് അതിൽ നിന്ന് വേര് ഉണ്ടാക്കാൻ പറ്റും. വാട്ടറിൽ വെക്കുകയാണെങ്കിൽ അതിലേക്ക് കുറച്ച് മണ്ണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. പിന്നീട് നനച്ച് കൊടുത്തിട്ട് കുറച്ച് തണലും കുറച്ച് സൺലൈറ്റും കിട്ടുന്ന രീതിയിലുള്ള ഒരു സ്ഥലത്താണ് നമുക്ക് വെക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു 1 to 2 വീക്സിനുള്ളിൽ തന്നെ നമുക്കത് പിടിച്ച് കിട്ടും. കൂടുതൽ നനവും കൂടുതൽ ഡ്രൈനെസ്സും ഇല്ലാത്ത രീതിയിൽ വേണം നമ്മൾ നോക്കാൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ ചെയ്യാവുന്നതാണ്.